ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ബേക്കറിയിലെ വെറൈറ്റി കേക്കുകളാണ് കേട്ടോ. പുതിയ പുതിയ ഡിസൈൻസൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി അടിപൊളിയാക്കി വരുന്നുണ്ട് കേട്ടോ. പല ഡിസൈൻസ് ഐസ് കേക്കാണ് കേട്ടോ ഇത്. വാങ്ങിച്ചൊക്കെ നോക്കിക്കോളൂ എല്ലാവരും. അടിപൊളി കേക്കാണ് കേട്ടോ. നല്ല നല്ല ഡിസൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഡലിലെ ഡിസൈനൊക്കെ ആ ചേട്ടൻ ചെയ്തു തരും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നൗഷാദിക്കനെ കണ്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കഞ്ഞിയിൽ ഉപ്പില്ലാത്ത പോലെയാണ് കേട്ടോ. അങ്ങനെ കണ്ടാലൊരു തൃപ്തി വരത്തുള്ളൂ. കണ്ടില്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമമാണ്. ഞങ്ങൾ അന്വേഷിച്ച് കിടക്കും കേട്ടോ, എവിടെ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ 3 ബണ്ണാണ് കേട്ടോ വാങ്ങിച്ചത്. 3 ബണ്ണ് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ബണ്ണിന് 20 രൂപയാണ് കേട്ടോ. എക്സ്ട്രാ ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യും. റേറ്റ് കൂടുതലൊക്കെ ഉണ്ട്. ഞാനതിനെപ്പറ്റി അങ്ങനെ അന്വേഷിച്ചില്ല. തിരിച്ച് വരണ വഴിക്കാണ് കേട്ടോ. ഇതാണ് ഞാൻ വെറൈറ്റി പരിപാടി എന്ന് പറഞ്ഞത്. പമ്പരം കറക്കുക. എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ പമ്പരം. ഞാനത് ഇതുവരെ കറക്കിയിട്ട് അത് നേരെ ചൊവ്വ കറങ്ങിയിട്ടില്ലാത്ത കാരണം കട്ടപ്പുറത്തെടുത്ത് വെച്ചേക്കാണ്. പിള്ളേരെ ചെയ്യണ കണ്ടപ്പോൾ ഞാൻ പോയി ചോദിച്ചു. അവർ തരുകയും ചെയ്തു കേട്ടോ, കാണിച്ചു തരുകയും ചെയ്തു. ഞാനതൊക്കെ മറന്നുപോയി. ചുറ്റുന്ന കാര്യമൊക്കെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നിയപ്പോൾ ചോദിച്ചാണ് കേട്ടോ. നല്ല പിള്ളേരായ കാരണം തന്നു. എന്തോ പറയാൻ പാടില്ല. ഇനിയിപ്പോൾ ഭാഷ മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്തോ. അവർക്ക് ഏത് ലാംഗ്വേജ് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് തമിഴാണ് കുറച്ചും കൂടി ഒരു വശം. ഞാനതൊക്കെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു. അവർക്കതൊന്നും വലിയ കാര്യമായിട്ട് മനസ്സിലാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ആദ്യം എനിക്ക് ഭയങ്കര വിറയലായിരുന്നു. കുറേ കാലമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ, നമ്മൾ വീട്ടിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇഷ്ടംപോലെ പമ്പരം കറക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുന്നാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ പിള്ളേർക്കൊക്കെ വേണ്ടി വാങ്ങിയതാണ്. സെറ്റാവുണ്ടായിരുന്നില്ല. ഞാൻ കറക്കിയിട്ട് സെറ്റാവുണ്ടായിരുന്നില്ല. പക്ഷെ മോൻ നന്നായി ചെയ്യുമായിരുന്നു കേട്ടോ. ഈ പമ്പരം തല കുത്തിയാണ് കറങ്ങിയത്. എന്താണെന്നറിയാൻ പാടില്ല. എല്ലാം അങ്ങനെയാണ്, ഒന്നും നേരെയാവത്തില്ല. അവസാനം ചുറ്റാനായിട്ട് പഠിക്കുകയാണ് കേട്ടോ. ഒക്കെ മറന്നുപോയി ചുറ്റണ കാര്യങ്ങളൊക്കെ. 2-3 പ്രാവശ്യം ചുറ്റിയോ കഴിഞ്ഞു പോയി. ശരിക്കും അത് ചുറ്റുന്നതിനൊരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വയറെന്നല്ല, ആ ചരട് ചുറ്റുന്നതിനൊരു രീതിയൊക്കെ ഉണ്ട്. എന്നാലത് കറക്റ്റായിട്ട് തിരിഞ്ഞ് വരത്തുള്ളൂ കേട്ടോ. ഞാനങ്ങനെ അവരുടെ കൂടെ നിന്ന് 2-3 പ്രാവശ്യം ചുറ്റി. ശരിയാവാണ്ട് വീണ്ടും അവൻ്റെ കൊടുത്തിട്ട് അവനെ കൊണ്ട് ചുറ്റിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരെണ്ണം ഞാൻ ചുറ്റിയിട്ടാണ് കേട്ടോ കറക്കിയത്. അവൻ നല്ല സ്പീഡിലാണ് ചുറ്റണത്. ഭയങ്കര എക്സ്പേർട്ടാണെന്ന് തോന്നുന്നു ഇക്കാര്യത്തിൽ. തന്നെയല്ല അവർ കറക്കുന്നതും കറക്റ്റായിട്ട് വീഴുന്നുണ്ട് കേട്ടോ. ഞാനവിടെ കുറച്ചൊന്ന് ട്രൈ ചെയ്തിട്ടാണ് സെറ്റായത് കേട്ടോ. ഏതോ ഒരെണ്ണം ഒരു പ്രാവശ്യം ചെയ്ത് മാത്രം ഓക്കെ ആയിട്ട് വന്നു കേട്ടോ. ബാക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഒരെണ്ണം തലകുത്തിയും കറങ്ങി കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സായ ഭാഷയും മെഹബൂബയൊക്കെ അതിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച്.